പണ്ട് 20,000 രൂപ റേഞ്ച്, അതായത് 10,000 മുതൽ 20,000 വരെ റേഞ്ചിൽ നിന്നിരുന്ന റെഡ്മി നോട്ട് സീരീസ് ഇപ്പം 20 മുതൽ 30 വരെയായി മാറിയിരിക്കുകയാണ്. യെസ്, മിഡ് റേഞ്ച് കുറച്ചങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം നമുക്കൊന്നും ഏകദേശം ഇപ്രാവശ്യം ഇറങ്ങിയ റെഡ്മി നോട്ട് 13 Pro Plus 5Gയുടെ റിവ്യൂ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. റെഡ്മി അതിൻ്റെ താഴെയുള്ള വേരിയൻ്റ് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 13 Pro Plus 5Gയുടേത് 8,256 നമുക്ക് കിട്ടുന്നത് 32,000 രൂപയ്ക്കും, 12,256 34,000-നും, 512GB നിങ്ങൾക്ക് 36,000-നുമാണ്. 512 വരെ എടുക്കാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എഫക്റ്റീവ് പ്രൈസ് 2,000 ICICIൻ്റെ കാർഡിൽ കുറഞ്ഞ് കിട്ടും. സോ 30,000 രൂപയ്ക്ക് കിട്ടും. 36,000 വരെ, 30,000 മുതൽ 36,000 വരെ അല്ലെങ്കിൽ 34,000 വരെ, ഏകദേശം 40K റേഞ്ചിലേക്കൊക്കെ കയറി വരുന്നുണ്ട്. അടുത്ത കൊല്ലം എന്താണെന്ന് കണ്ടറിയാം. ബോക്സിൻ്റെ അകത്ത് 120 വാട്ട്സിൻ്റെ ബ്രിക്ക് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കേസ് വരുന്നുണ്ട്, പിന്നെ USB A to C കേബിളൊക്കെ വരുന്നുണ്ട്. ഇൻ്റർഫേസിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ ആർക്കൊക്കെ ഇത് എടുക്കാം, ആരൊക്കെ എടുക്കണ്ട എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിലേക്ക് പറയുന്നതായിരിക്കും. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണും. നിങ്ങളിപ്പോൾ കൊണ്ടുവരിക്കുന്നത് ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ ഞാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളെന്താ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫോണിൻ്റെ ഇൻ്റർഫേസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. 3 കളർ വേരിയൻസ് ആണ് വരുന്നത്. ഫ്യൂഷൻ ബ്ലാക്ക്, പർപ്പിൾ, വൈറ്റ്. അതിൽ ഫ്യൂഷൻ ബ്ലാക്കും വൈറ്റും നിങ്ങൾക്ക് ഏകദേശം ഒരു ബാക്കിൽ ഗ്ലാസ് ഫിനിഷാണ്, അതായത് ഗ്ലാസ് ബിൽട്ടും ഒരു ഗ്ലോസി ഫിനിഷും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ആ പർപ്പിൾ വേരിയൻ്റ്, അതായത് ഒരു മിക്സ് കളർ വേരിയൻറ്റ് നിങ്ങൾക്ക് വീഗൻ ലെതറിലാണ് കിട്ടുന്നത്. 200 ഗ്രാം വെയിറ്റും 8.9 mm തിക്നെസ്സുമാണ് വരുന്നത്. വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. ഡിസൈൻ നോക്കുവാണെങ്കിൽ നമ്മൾ പോക്കോ F5-ലൊക്കെ കണ്ട ആ ഒരു സെയിം ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇൻ ഹാൻഡ് ഫീലൊക്കെ അത്യാവശ്യം നല്ലതാണെന്നാണ് കേട്ടത്. കാരണം കുറച്ച് കർവൊക്കെയാണ് സൈഡ് വരുന്നത്. ആൻഡ് ബിൽഡ് നോക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞു. IP68ൻ്റെ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. അത് റെഡ്മി ഒരു സീരീസിലേക്ക് ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചർ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. മെറ്റൽ ഫ്രെയിംസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുവാണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്ക് തരുന്നവരായിരുന്നു, പക്ഷേ ഇക്കൊല്ലം തന്നിട്ടില്ല. ഡ്യുവൽ നാനോ സിം കാർഡ് സ്ലോട്ട് മാത്രമാണ് കൊടുത്തത്. മൈക്രോ SD കാർഡിൻ്റെ ഓപ്ഷനും വരുന്നില്ല. ആൻഡ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ 1.5K എന്ന് പറഞ്ഞാൽ ഫുൾ HD+ൻ്റെയും 2Kൻ്റെയും ഇടയിലാണ് വരിക. 12 ബിറ്റിൻ്റെ പാനലാണ് കൊടുത്തിരിക്കുന്നത്. സൂപ്പർ ആമോലെഡ് സ്ക്രീനാണ്, കർവ്ഡ് സ്ക്രീനാണ്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 2.2 mm വളരെ തിന്നായിട്ടുള്ള ബെസൽസാണ് കൊടുത്തിരിക്കുന്നത്. കർവ്ഡ് ആണ് എന്നാൽ ആ ബെസൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഭയങ്കര തിന്നായിട്ടുള്ള വെസൽസാണ്. നല്ല രസമുണ്ട് കാണാൻ. 1500 ഹെർട്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഡോൾബി വിഷൻ, HDR10+ ഒക്കെ വരുന്നുണ്ട്. ഡിസ്പ്ലേ വേറെ ലെവലാണ്. 1920 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ഒക്കെ വരുന്നുണ്ട്. അതായത് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്ന സമയത്ത് ഫ്ലിക്കറിങ്ങിൻ്റെ ഇഷ്യൂസ് ഒന്നും വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എന്തായാലും അടിപൊളിയായിരിക്കും, അതിലൊന്നും ഒരു സംശയമില്ല. സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ Dimensity 7200 Ultra ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. 2.8 GHz ടോപ്പ് ക്ലോക്ക് സ്പീഡ് വരുന്നുണ്ട്. 4 nm ഫാബ്രിക്കേഷൻ ഉണ്ടാക്കിയതാണ്. LPDDR5, UFS 3.1 എല്ലാം കൂടി ചേർന്ന് വരുന്ന സമയത്ത് 7,18,000 പുറത്ത് AnTuTu സ്കോറും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 86% ആണ് ത്രോട്ട്ലിംഗ് ടെസ്റ്റൊക്കെ കണ്ടത്. ത്രോട്ട്ലിംഗ് ഒന്നും വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല. BGMI ഒക്കെ 60 FPS നിങ്ങൾക്ക് കളിക്കാൻ പറ്റും. 5000 mAh ബാറ്ററി, 120 വാട്ട്സിൻ്റെ ചാർജറാണ് ബോക്സിൽ വരുന്നത്. അതെന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. 20 മിനിറ്റിനുള്ളിൽ 0 to 100% നിങ്ങൾക്ക് ഫുൾ ചാർജായി കിട്ടുകയും ചെയ്യും. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഗെയിമിംഗ് ഫോണാണ് എന്ന് ഞാൻ പറയില്ല. മാത്രമല്ല കഴിഞ്ഞ കൊല്ലം ഇറക്കിയിട്ടുണ്ടായിരുന്ന ഫോണിൽ ഗെയിമിങ് വലിയതായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സ്നാപ്ഡ്രാഗൻ്റെ 8 സീരീസ് ചിപ്സെറ്റൊക്കെ കിട്ടുന്നതാണ്. 30-31,000 എന്നൊക്കെ പറയുമ്പോൾ IQ Neo 7 7 Pro ഒക്കെ വരുന്ന റേഞ്ചാണ്. സോ ആ ഒരു ഫോണുകൾ ഗെയിമിങ്ങിനുള്ളവർ ചൂസ് ചെയ്യുക. ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഓൾറൗണ്ടറാണ്. ഞാനത് ലാസ്റ്റിലേക്ക് പറയാം. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ Android 13, MIUI 14, 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, HyperOS വരും എന്നാണ് പറഞ്ഞത്. പുതിയ ഫോൺ അവർക്ക് Android 14 കൊടുക്കാമായിരുന്നു, പക്ഷെ അവർ കൊടുത്തിട്ടില്ല. HyperOS വരും എന്നാണ് പറയുന്നത്. അവർ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ചെയ്തോട്ടെ. കാരണം ഇത്രയും കാലം ചീത്തപ്പേര് കേൾപ്പിച്ചിട്ട് ഇനി HyperOSൽ ചീത്തപ്പേര് കേൾപ്പിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അവർ നന്നാവുന്നെങ്കിൽ അത് അവർക്കും നല്ലത്, നമുക്കും നല്ലത്. കാരണം പണ്ട് അത്യാവശ്യം നല്ല പ്രൈസിൽ നമുക്ക് തന്നിരുന്ന ഒരു കമ്പനി, നല്ല പ്രൈസിൽ ഫോൺസ് തന്നിരുന്ന ഒരു കമ്പനിയായിരുന്നു ഷവോമി. പക്ഷെ അവരെങ്ങോട്ടോ പോയി. ഇപ്പം വിവോ ഒക്കെയാണ് ആദ്യമായിട്ട് നിൽക്കുന്നത്.
നമുക്ക് കണ്ടറിയാം ഈ ഒരു OS ആവശ്യത്തിന് ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇപ്പം കഴിഞ്ഞ ഫോണുകളിലായിട്ട് പോക്കോ ആയാലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, ഫേസ് അൺലോക്ക്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ്, ഡെഡിക്കേറ്റഡ് ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്, Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.3 വരുന്നുണ്ട്, 5G എനേബിൾഡ് ആണ് തീർച്ചയായിട്ടും, NFC, IR ബ്ലാസ്റ്റർ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ലാസ്റ്റ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 200 മെഗാ പിക്സലിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ടുള്ള പ്രൈമറി സെൻസർ പറയാം, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ, കഴിഞ്ഞ കൊല്ലത്തെ സെയിം ക്യാമറ സെറ്റപ്പ്, ഒരു മാറ്റമില്ല, 4K 30 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ, ആവറേജ് ആണ് ബട്ട് നോട്ട് ദ ബെസ്റ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലും നമുക്ക് വിവോയുടെ V സീരീസ് ഒക്കെ ഏകദേശം വരുന്നുണ്ട്, അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. എന്തായാലും ക്യാമറയാണ് നിങ്ങളെ സെൻറ്റർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിവോയിലേക്കോ IQലേക്കോ നോക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം ഒരു ഫോൺ എടുക്കാൻ, പെട്ടെന്നൊരു ഫോൺ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ നിൽക്കരുത്. അപ്പം ക്യാമറയ്ക്കും നോട്ട് ദ ബെസ്റ്റ് ഇൻ ദ പ്രൈസ് റേഞ്ച്. ഞാൻ ബാക്കി പറഞ്ഞിട്ട് പറയാം. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വളരെ ആവറേജ് ആണ്, 1080p 30 FPS. പിന്നെ ബാക്കിലും ഫ്രണ്ടിലും സ്റ്റെബിലൈസേഷൻ, ബാക്കിൽ പ്രോപ്പർ സ്റ്റെബിലൈസേഷൻ ഉണ്ട്, ഫ്രണ്ടിലും വലിയ കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട്. ഇനി ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ Redmi Note 13 Pro Plus 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ 30,000-34,000 രൂപയ്ക്ക് നിങ്ങളിപ്പം ഒരിക്കലും എടുക്കരുത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബെസ്റ്റ് ഓൺ ദ സെഗ്മെൻറ്റ് ക്യാമറയല്ല, ഇതിൽ ബെസ്റ്റ് ഓൺ ദ സെഗ്മെൻറ്റ് പ്രൊസസ്സറും അല്ല കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്, അല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ചിപ്പ് സെറ്റ് ആവറേജ് ആണ്. ശരിയാണ്, IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ഫങ്ഷണലായിട്ട് വരുന്ന ഫോൺ എന്ന് പറയുന്നത് iQOO Neo 7 Pro ഒക്കെയാണ്. ആ ഫോണൊക്കെ അതും അതിൻ്റെ ചിപ്പ് സെറ്റൊക്കെ നോക്കുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടി പെർഫോമൻസും കിട്ടുക, അതായിരിക്കും കുറച്ചുകൂടി നല്ല ക്യാമറയും കിട്ടുക. അല്ലാതെ പക്ഷേ ഇവർ ഈ ക്യാമറ ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ ക്യാമറ പെർഫോമൻസ് വളരെ ആവറേജ് ആണ്. ഞാൻ ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ അതായത് ഇതിൻ്റെ മുൻഭാഗത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊന്നും, കാരണം ഞാൻ ലാസ്റ്റ് പറയാമെന്ന് വെച്ചതാണ്. നിങ്ങൾ ഈ ഫോൺ ഇപ്പം പെട്ടെന്ന് എടുക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊരു വില കുറഞ്ഞ് വരട്ടെ. ഇത് വില കുറഞ്ഞ് ഇപ്പോൾ എന്തായാലും ബേസ് വേരിയൻറ്റ് 256 ആണ്, നല്ല കാര്യം. ഇത് വില കുറഞ്ഞതിന് ശേഷം എടുക്കുക, കാരണം ഇതിലും നല്ല കുറച്ചുകൂടി വാല്യൂ ഫോർ മണി. ഇതേ സെയിം ചിപ്പ് സെറ്റ് വെച്ചിട്ടുള്ള ഫോണാണ് iQOO Z7 Pro. പക്ഷേ അതിൻ്റെ അകത്ത് അത് നമുക്ക് ഏകദേശം 25,000 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇത് 30 നമുക്ക് ഇൻട്രൊഡക്ടറി ഓഫറാണ്, അല്ലെ 32 അപ്പം അതൊരിക്കലും ജസ്റ്റിഫയബിൾ അല്ല. നല്ല ഫോണാണ്, ഫോണിനല്ല കുഴപ്പം, ഫോൺ ചെയ്തിരിക്കുന്ന പ്രൈസിനാണ് കുഴപ്പം. സോ പ്രൈസ് താഴുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ എന്തായാലും എടുക്കാൻ പറ്റും. ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യാമറ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.